വിനോദ്, ചൂടേറിയ വാർത്തകളൊക്കെ ചർച്ച ചെയ്ത് എനിക്ക് കുറച്ച് മടുത്തു. ഇനി തണുത്ത വാർത്തയിലേക്ക് പോകുന്നത് മഴയാണ്. മഴയെ സംബന്ധിച്ച വാർത്തയാണ്. അതും കുറച്ച് ചൂടാണെന്ന് തോന്നുന്നല്ലേ? റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യമല്ലേ ഉള്ളത്. അപ്പോൾ ചില ജില്ലകൾക്ക്, വടക്കൻ ജില്ലകളിൽ ചില ജില്ലകൾക്ക് അവധി, സ്കൂളുകൾക്ക് അവധിയുണ്ട്. പിന്നെ ശനിയാഴ്ചയാണ് അധികം സ്കൂളുകളില്ല. എന്നാലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട്. ഇനി തുടർ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജില്ലകളിലേക്ക് അവധി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ താങ്കൾ തിരുവനന്തപുരത്താണല്ലോ, ഇവിടെ മഴ അവധിയൊന്നുമില്ല. നമ്മുടെ സ്ഥാപനത്തിൽ മഴ അവധിയൊന്നും. ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കുട്ടികൾ കുറിച്ചുകൊണ്ടേയിരിക്കും. ഈ കമന്റ് പ്രവാഹമാണ്, രസകരമായ കമന്റുകളുടെ കാഴ്ചയാണ്. കളക്ടറെ ഒരു അവധി തരുമോ പ്ലീസ്, മഴയാണ്, അമ്മ സ്കൂളിൽ നിന്ന് പോകാൻ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി റിക്വസ്റ്റുകളുടെ പെരുമഴയാണ് ഈ കളക്ടർമാരുടെ കമന്റ് ബോക്സിൽ എന്ന് പറയുന്നത്. വിനോദിന്റെ ജില്ല പത്തനംതിട്ടയാണ്. അവിടെ മഴ എങ്ങനെയാ? അവിടെ മഴ വന്നിട്ടില്ല. അടുത്ത ആഴ്ച തകർക്കും. മിക്കവാറും ചില ദിവസങ്ങൾ അവധി കൊടുക്കാൻ. മകള് സ്കൂളിൽ പോകുന്നുണ്ടല്ലേ? അപ്പോ അവധി ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതിയല്ലോ, അച്ഛനാണല്ലോ ആദ്യം വിവരം ലഭിക്കുന്നത്. എന്തായാലും ശരി, ആ വാർത്തയിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴ. 5 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉള്ളത്. 6 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യാദാസ്, കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ എന്നിവർ ചേരുന്നു. ആദ്യം മഴ പെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാം. രമ്യ, രാവിലെ മുതൽ കുട പിടിച്ചുള്ള നിപ്പാണ്. ഞങ്ങൾ ആദ്യത്തെ വാർത്തയ്ക്ക് വിളിച്ചപ്പോൾ ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ അല്പം തോർന്നിട്ടുണ്ട്. ഈ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആ മേഖലയിൽ ഏതാനും ജില്ലകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. മറ്റെന്തെല്ലാം മുന്നറിയിപ്പാണ് അവിടെ മഴയുമായി ബന്ധപ്പെട്ട് ഉള്ളത്? വിനോദ്, ഒരു കാര്യം കൂടി, രമ്യ, ഡാമുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഡാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കണേ. തീർച്ചയായും അശ്വതി, വിനോദ്, കാരണം റെഡ് അലേർട്ടാണ് വടക്കൻ ജില്ലകളിൽ. അതായത് മലപ്പുറം, വയനാട്, അതുപോലെ തന്നെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. ഇന്നും നാളെയുമാണ് കോഴിക്കോട് ജില്ലയ്ക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകൾക്കുള്ളത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാമുകളും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ പുഴകളും എല്ലാമുള്ള ഒരു മേഖല തന്നെയാണ് വടക്കൻ കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമെല്ലാം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അത് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ റെഡ് അലേർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുന്നത്. കാരണം ശനി ഞായറൊക്കെ ആകുമ്പോൾ നമുക്കറിയാം സ്കൂളുകളെല്ലാം അവധിയാണെങ്കിൽ ഇത്തരം ഈ ഒരു മഴയൊന്നും വകവയ്ക്കാതെ ഈ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ ഈ നദികളിലേക്കൊക്കെ പോകുന്ന ഒരു പതിവൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബീച്ചുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അടച്ചിടാൻ തന്നെയാണ് നിർദ്ദേശം. കൂടാതെ ഈ അലേർട്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ സഞ്ചാരികൾക്ക് അവിടെ ഇന്ന് പ്രവേശനം ഉണ്ടാവില്ല. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുള്ള സഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലയുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. കഴിഞ്ഞ വലിയ മഴക്കാലത്തെല്ലാം അവിടെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയും അതീവ സുരക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിലുള്ള മേഖലയാണ്, ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇത് വടക്കൻ കേരളത്തിൽ നിന്ന് വാർത്തകൾ. അതായത് കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത്, റെഡ് അലേർട്ടാണ്. അതിനാൽ തന്നെ നല്ല ശക്തമായ മഴയുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ തോരാതെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിലും നല്ല ശക്തമായ മഴ തന്നെയാണ്. കാരണം ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിലും ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാറ്റിന് അല്പം ശമനമുണ്ടെങ്കിലും ശക്തമായ മഴ തുടരുകയാണ്. രമ്യ, മഴ നനയുകയാണ്. രമ്യ, മഴ നനയണ്ട, ഒപ്പം സുരക്ഷിതമായി തന്നെ. അതെ, നമുക്കൊരു വലിയ കുടയിൽ ഇനി രമ്യ നിൽക്കണം. ഒന്നാമത് മൈക്കുണ്ട്, പിന്നെ ഫോണുണ്ട്, കുടയുണ്ട്. ഇതെല്ലാം കൂടെ ആ ചെറിയ കുട പോരാ. ഒപ്പം രമ്യ, ഒരു കാര്യം കൂടി, സുരക്ഷിതമായി വാർത്ത റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല മഴയാണ്, അവിടെ റെഡ് അലേർട്ടാണ്. രമ്യയുടെ സുരക്ഷ പ്രധാനമാണ്. രമ്യക്ക് ചിരി വരുന്നു അത് പറഞ്ഞപ്പോൾ. അതെ, അപ്പോൾ ഇനിയും മഴ മുന്നറിയിപ്പുള്ള കൊച്ചിയിലേക്ക് പോകണം. മിഥുൻ അയ്യപ്പൻ അവിടെ റെഡിയാണ്. മഴക്കാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ? മിഥുന് തെളിഞ്ഞ മുഖമാണ്. അതെ, മിഥുന്റെ മുഖം പോലെയാണ് അവിടുത്തെ കാലാവസ്ഥയും, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ തൽക്കാലം മഴയില്ലെന്ന് തോന്നുന്നു. മിഥുൻ, മധ്യ കേരളത്തിൽ എങ്ങനെയാണ് അലേർട്ട്? എന്തൊക്കെ മുന്നറിയിപ്പുകൾ?
ഇപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. പക്ഷേ ഇന്ന് മഴ അല്പം കുറവാണ്. രാത്രിയിൽ മഴയുണ്ടായിരുന്നു, രാവിലെയും മഴ. നമ്മളിപ്പോൾ ഇത് അല്പസമയം മുമ്പ് മറ്റൊരു വാർത്തയുടെ ലൈവ് നിൽക്കുന്ന സമയത്ത് ചെറിയ മഴ പെയ്തിരുന്നു. ഇപ്പോൾ മഴ ലേശം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറുന്ന നിലയിലേക്ക് ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ വെള്ളം കയറുന്ന നിലയിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി എന്നാണ് മേയർ അടക്കം അവകാശപ്പെടുന്നത്. എന്നാൽ തന്നെയും താഴ്ന്ന ഇടങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്ന രീതിയിലേക്കുള്ള ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണഗതിയിൽ തന്നെയാണ്, മറ്റ് അവധിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ തുടർന്നുള്ള മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ള മഴ മുന്നറിയിപ്പുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊന്ന്, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മഴയുടെ കാര്യത്തിൽ ഒരു മണിക്കൂറെങ്കിലും മഴ നിന്ന് പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ പലയിടത്തും വെള്ളം പൊങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും വെള്ളക്കെട്ടിൻ്റെതായിട്ടുള്ള സൂചന ആദ്യഘട്ട നടപടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് വലിയൊരു സമരത്തിലേക്ക് പോയിരുന്നു. മഴക്കാലപൂർവ്വ അതായത് അതേ വാർത്തയിലേക്ക് തന്നെ വരണം മിഥുന.